ഡൊണാൾഡ് ട്രംപിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണവും കൂടി വരികയാണ്. പ്രസ്താവനയായിട്ടാണ് പുറത്തുവരുന്നത്. എന്റെ സഹോദരന്മാരെ, ഇസ്രയേൽ പൗരന്മാരെ, കുറച്ചുകാലം മുമ്പ് ഇസ്രയേലും അമേരിക്കയും ഇറാനിലെ തീവ്രവാദ ഭരണകൂടം ഉയർത്തുന്ന അസ്തിത്വ ഭീഷണി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു എന്ന് തുടങ്ങി ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തിയുള്ള, ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ കൂടി വരികയാണ്. ഫൈസൽ ഹംസയുടെ വിശദാംശങ്ങളുമായി. ഫൈസൽ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ ഇതാ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും. ഇതൊരു യുദ്ധം എന്ന് സൂചിപ്പിക്കുന്നതാണോ പ്രസ്താവന? തീർച്ചയായും സ്മൃതി, ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹാനായ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ നേതൃത്വത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഭീഷണി സൃഷ്ടിക്കുന്ന, കൂട്ടക്കൊല നടത്തുന്ന, മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കുന്ന ആണവായുധങ്ങൾ വശപ്പെടുത്താൻ ഇറാനെ അനുവദിക്കരുത്. ആ തരത്തിൽ ഇസ്രായേലിന് ഭീഷണിയായ ഇറാനെ ഈ തരത്തിൽ വളരാൻ, അല്ലെങ്കിൽ അവർക്കൊരു ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇസ്രായേലിനൊപ്പം ഇറാനെ ആക്രമിക്കുന്നതിന് അതിന് സഹായിച്ച, ആ ആക്രമണത്തിൽ പങ്കുചേർന്ന ട്രംപിന് കൃത്യമായി നന്ദി പറയുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം എന്ന് പറയുന്നത് ട്രംപിന്റെ മാത്രം ആവശ്യമായിരുന്നില്ല. നേരത്തെ തന്നെ ആദ്യഘട്ട യുദ്ധമുണ്ടായപ്പോൾ ആ ആവശ്യം അത് ഇസ്രായേലിൻ്റെതായിരുന്നു. ഇത്തവണത്തെ യുദ്ധവും നേരത്തെ നമ്മളെല്ലാം സമാധാന കരാറുമായി നിരന്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ, സമാധാന ആണവ ചർച്ചയുമായി നിരന്തരം വാർത്തകൾ നൽകുമ്പോൾ, മറ്റൊരു കാര്യം കൂടി സമാന്തരമായി അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു ഭാഗത്ത് നിന്ന് അറബ് രാജ്യങ്ങൾ, ഇറാന് സമീപമുള്ള അറബ് രാജ്യങ്ങളെല്ലാം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതിന് തടയുന്നതിനായി അമേരിക്കയിലേക്ക് ഒരു സംഘത്തെ അയച്ചിരുന്നു. ആ സംഘം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മൊസാദിന്റെ സംഘവും അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ രണ്ട് തരം സമ്മർദ്ദങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു സമ്മർദ്ദം ഉണ്ടാകുന്നു. ആ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകരുത്, പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുത്, അത് മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ഒരിക്കൽ കൂടി ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി ഈ മേഖലയ്ക്കില്ല എന്ന് അറബ് രാജ്യങ്ങളും ഇറാന്റെ അയൽ രാജ്യങ്ങളും പറഞ്ഞപ്പോൾ, പക്ഷേ ട്രംപ് മുഖവിലക്കെടുത്തത് എന്നത്തെയും പോലെ വീണ്ടും ഇസ്രായേലിനെയാണ്, മൊസാദിന്റെ വാക്കുകളാണ്. അതിനുള്ള നന്ദി എന്ന രീതിയിലാണ് ഇപ്പോൾ നെതന്യാഹു ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മഹാനായ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രപരമായ നേതൃത്വത്തിന് ഇപ്പോൾ നെതന്യാഹു നന്ദി പറയുന്നത്. ഇപ്പോൾ ടെൽ അവീവിലും